മനുഷ്യൻ്റെ തൊണ്ടയിൽ മുള്ള് ഉടക്കിയാൽ നമുക്ക് സഹായത്തിന് നല്ല ഡെന്റിസ്റ്റ് ഉണ്ട്, നല്ല ENT സർജൻസ് ഉണ്ട്. എന്നാൽ കാട്ടിലെ അവസ്ഥ ഇങ്ങനെയല്ല. കാട്ടിലെ മൃഗങ്ങൾക്ക് ആരുടെ സഹായം തേടാനൊക്കും? അങ്ങനെ ഒരു നാൾ ഒരു കുറുക്കൻ്റെ തൊണ്ടയിൽ ഒരു മുള്ള് ഉടക്കി. കുറുക്കനാണെങ്കിൽ ആകെ വേദനിച്ച് വിഷമിച്ച് നിരാശപ്പെട്ട് ഇനി എന്ത് ചെയ്യും? ഇനിയും ഭക്ഷണം കഴിക്കണം, വിഴുങ്ങാനുണ്ട്. അങ്ങനെ വരുമ്പോൾ കണ്ടു ദാ നിൽക്കുന്നൊരു കൊക്ക്. അപ്പോൾ കുറുക്കൻ ഓടിച്ചെന്ന് ഈ കൊക്കിനോട് പറഞ്ഞു, കൊക്കെ, എൻ്റെ തൊണ്ടയ്ക്കകത്തൊരു മുള്ള് ഉടക്കി നിൽക്കുക, നീ ഒന്ന് എടുത്തു തരണം, നിനക്ക് വേണ്ടുന്ന സഹായം ഞാൻ ചെയ്തു തരും. അങ്ങനെ ഈ കൊക്ക് തൻ്റെ തല ഈ കുറുക്കൻ്റെ വായ്ക്കകത്തിട്ട് തൻ്റെ നീണ്ട ചുണ്ട് ഉപയോഗിച്ചുകൊണ്ട് മുള്ളെടുത്ത് കളഞ്ഞു. അങ്ങനെ സഹായിച്ചു ഈ കുറുക്കനെ. എന്നിട്ട് ചോദിച്ചു, കുറുക്ക, എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ സഹായം ചോദിച്ചോളാം. അപ്പോൾ അതിന് കുറുക്കൻ പറഞ്ഞത്, നിൻ്റെ തല എൻ്റെ വായ്ക്കകത്ത് ഇട്ടിട്ട് നിൻ്റെ തല കടിച്ച് എൻ്റെ വയറ്റിലേക്ക് ഞാൻ വിഴുങ്ങാൻ നിന്നെ സഹായിച്ചിട്ട് ഇനി നിനക്ക് വേറെ സഹായം കൂടി വേണോ എന്ന അഹങ്കാര ധിക്കാര മറുപടിയാണ് ഈ കുറുക്കൻ കൊക്കിനോട് കൊടുത്തത്. അപ്പോൾ കൊക്ക് സഹായിച്ചതിന് കുറുക്കന് യാതൊരു നന്ദിയും ഇല്ല. അപ്പം ഇങ്ങനെയുള്ള കുറുക്കന്മാർ നമുക്ക് ചുറ്റും സമൂഹത്തിലുണ്ട് എന്ന് ഓർക്കുക. എങ്കിലും ഫലയിച്ച കൂടാതെ നാം നമ്മിൽ നിക്ഷിപ്തമായിട്ടുള്ള ജോലി നിർവഹിച്ചു പോവുക. പ്രകൃതിയാൽ നമുക്ക് ലഭിക്കേണ്ടത് നമ്മൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച വ്യക്തി, നമ്മൾ സഹായം കൊടുത്ത വ്യക്തിയിൽ നിന്ന് തിരികെ സഹായം ലഭിക്കണം എന്നില്ല. സാധ്യത വളരെ കുറവാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് അർത്ഥമില്ല എന്ന് കരുതി കുറുക്കനെ പോലെ ആണ് എല്ലാവരും എന്ന് നമ്മൾ വിധി എഴുതണ്ട. കുറുക്കന്മാർ പോലെ ഉള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് വാസ്തവികത ആണെങ്കിലും അവരവർ ചെയ്യുന്നതിൻ്റെ എവറി ആക്ഷൻ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. വാട്ട് ഈസ് സോ ഷാൽ യു റീപ്. വിതയ്ക്കുന്നത് കൊയ്തെടുത്തോളും. അതിനാൽ വിസ്ഡം ആൻഡ് മെഡിറ്റേഷൻ, അറിവിൻ്റെ മുത്തുകളിലേക്ക് NP സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തിലയിൽ വരിക. ഉക്കുലേലെ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യൂ. സുഗന്ധം, സംഗീതം, ധ്യാനം, അറിവ് ഇവ കോർത്തിണക്കിക്കൊണ്ടുള്ളതാണല്ലോ നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. 9605743596 ആണ് എൻ്റെ നമ്പർ. ഞാൻ കൊല്ലം അയത്തിൽ മെഡിട്രീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി തുടങ്ങിയ സേവനങ്ങൾ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും എൻ്റെ സേവനം നേടുക. ജീവിതം ധന്യവും പുണ്യവുമാക്കി തീർക്കുക. അതുകൊണ്ട് അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കൂ. സംതൃപ്തിയും നന്ദിയോടുകൂടി ജീവിക്കുക. വെൽക്കം.